സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ഐക്യരാഷ്ട്രസഭ തെരഞ്ഞെടുത്ത വർഷം ഏതാണ്? അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ഏത് വർഷമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായിട്ട് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, 2024 ബുക്കർ സമ്മാനത്തിന് അർഹയായത് ആരാണ്? 2024 ബുക്കർ സമ്മാനത്തിന് അർഹയായത് ആരാണ്? സാമന്ത ഹാർവിയാണ്. സാമന്ത ഹാർവി. ഓർബിറ്റൽ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ബുക്കർ സമ്മാനത്തിന് അർഹയായത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സാമന്ത ഹാർവിയാണ്. സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലാണ് ബുക്കർ സമ്മാനത്തിന് അർഹമായത്. അടുത്തത്, സഞ്ചരിക്കുന്ന വിമാനത്തിനുള്ളിലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ നൂതന ഉപഗ്രഹം ഏതാണ്? സഞ്ചരിക്കുന്ന വിമാനത്തിനുള്ളിലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ നൂതന ഉപഗ്രഹമാണ് GSAT-N2 അല്ലെങ്കിൽ GSAT-20 എന്നും അറിയപ്പെടുന്നു. GSAT-N2 അല്ലെങ്കിൽ GSAT-20. പ്രത്യേകത എന്താണ്? സഞ്ചരിക്കുന്ന വിമാനത്തിനുള്ളിലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഇന്ത്യയുടെ നൂതന ഉപഗ്രഹമാണ് GSAT-N2 അല്ലെങ്കിൽ GSAT-20. അടുത്ത ചോദ്യം, പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യൻ GPS സംവിധാനം. പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യൻ GPS സംവിധാനമാണ് നാവിക്. നാവിക്. പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഇന്ത്യൻ GPS സംവിധാനത്തിന്റെ പേരാണ് നാവിക്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2024 IV ദാസ് പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2024 IV ദാസ് പുരസ്കാരം നൽകുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ്. പുരസ്കാരത്തിന് അർഹയായത് M. ലീലാവതിയാണ്. അപ്പൊ 2024 IV ദാസ് പുരസ്കാരത്തിന് അർഹയായത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? M. ലീലാവതിയാണ്. IV ദാസ് പുരസ്കാരം നൽകുന്നതോ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നതാണ് IV ദാസ് പുരസ്കാരം. 2024 പുരസ്കാരത്തിന് അർഹയായത് M. ലീലാവതിയാണ്. 2025 നടക്കുന്ന 37ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. 2025 നടക്കുന്ന 37ാമത് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. എത്രാമത്തേതാണ്? 37ാമത്തെയാണ് ശാസ്ത്ര കോൺഗ്രസ്. വേദി എവിടെയാണ് വരുന്നത്? തൃശ്ശൂര്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദർ സിംഗ് സഹാനിയാണ്. അരവിന്ദർ സിംഗ് സാഹ്നിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത്. അരവിന്ദർ സിംഗ് സാഹ്നി. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യയുടെ GSAT-N2 ഏത് തരം ഉപഗ്രഹമാണ്? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ്. ഏത് റോക്കറ്റാണ്? ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ച ഇന്ത്യയുടെ GSAT-N2 G20 ഏത് തരം ഉപഗ്രഹമാണ്? കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അപ്പൊ GSAT-N2 അല്ലെങ്കിൽ GSAT-20 വിക്ഷേപിച്ച റോക്കറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫാൽക്കൺ 9 ആണ്. ഇനി GSAT-N2 അല്ലെങ്കിൽ GSAT-20 ഏത് തരം ഉപഗ്രഹമാണ് എന്ന് ചോദിച്ചാലോ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഏത് രാജ്യത്തെ സൈന്യത്തിന്റെ ഓണററി ജനറൽ പദവിയാണ് ലഭിച്ചത്? ആർക്കാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഏത് രാജ്യത്തെ സൈന്യത്തിന്റെ ഓണററി ജനറൽ പദവിയാണ് ലഭിച്ചത്?
നേപ്പാളിൻ്റെതാണ്. നേപ്പാൾ. രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ കെൽട്രോണിലാണ് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം നിലവിൽ വരുന്നത് കെൽട്രോൺ, കണ്ണൂർ. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. കേരളം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹിളാ സംവാദ് പരിപാടിയുടെ പേര് മഹിളാ സംവാദ്. പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ലക്ഷ്യം എന്താണ്? ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കുക. പരിപാടിയുടെ പേര് മഹിളാ സംവാദ്. എവിടെയാണ് ആരംഭിച്ചത്? ബീഹാറിലാണ് ആരംഭിച്ചത്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയത് തൃശ്ശൂരാണ്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയത് തൃശ്ശൂർ. ഈ ചോദ്യം നോട്ട് ചെയ്ത് വയ്ക്കാം. ഒന്നും കൂടി വായിക്കാം. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയതാണ് തൃശ്ശൂർ. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് മാനിഫെസ്റ്റ് എന്ന വാക്കാണ്. മാനിഫെസ്റ്റ്. ഏത് ഡിക്ഷണറിയുടെ? കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തതാണ് മാനിഫെസ്റ്റ്. മുനമ്പത്ത് പ്രശ്നങ്ങൾ വിശദമായിട്ട് പഠിക്കാനായിട്ട് നിയമിതനായ കമ്മീഷൻ ചെയർമാൻ ആരാണ്? മുനമ്പത്ത് പ്രശ്നങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ നിയമിതനായ കമ്മീഷൻ ചെയർമാനാണ് CN രാമചന്ദ്രൻ നായർ. CN രാമചന്ദ്രൻ നായർ. ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി ആദരിച്ചത്? ഏത് രാജ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നൽകി ആദരിച്ചത്? USA ആണ്. USA. തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നാട്ടിൽ ജോലി ഉറപ്പാക്കുന്ന പദ്ധതി? നോർക്ക. തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നാട്ടിൽ ജോലി ഉറപ്പാക്കുന്ന പദ്ധതി. നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സ്. പദ്ധതിയുടെ പേര് നെയിം. നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ്. തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് നാട്ടിൽ ജോലി ഉറപ്പാക്കുന്ന പദ്ധതിയാണ് നെയിം. നെയിം ഫുൾ ഫോം വരുന്നത് നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്നാണ്. 3D ബയോ പ്രിന്റിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച സ്ഥാപനം? ഏതിലൂടെയാണ്? 3D ബയോ പ്രിന്റിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച സ്ഥാപനം ഏതാണ്? തിരുവനന്തപുരം ശ്രീ ചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഒന്നും കൂടി വായിക്കാം, നോട്ട് ചെയ്ത് വയ്ക്കാം. 3D ബയോ പ്രിന്റിലൂടെ ജീവനുള്ള കോശങ്ങളെ വികസിപ്പിക്കുവാനുള്ള ബയോ ഇങ്ക് ഉൽപ്പാദിപ്പിച്ച സ്ഥാപനമാണ് തിരുവനന്തപുരം ശ്രീ ചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട്. 2024 കാലാവസ്ഥ പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10ാം സ്ഥാനമാണ്. 10ാം സ്ഥാനം. 2024 കാലാവസ്ഥ പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? പരിസ്ഥിതി സൗഹൃദ ഡെബിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. തെലങ്കാന ഉറുദു അക്കാദമിയുടെ സയ്യിദ് ഷഹീദി പുരസ്കാരത്തിന് അർഹയായ മലയാളി? തെലങ്കാന ഉറുദു അക്കാദമിയുടെ സയ്യിദ് ഷഹീദി പുരസ്കാരത്തിന് അർഹയായ മലയാളിയാണ് എലിസബത്ത് കുര്യൻ. എലിസബത്ത് കുര്യൻ. തൂലികാ നാമം മോന എന്നാണ്. മോന. ആരാണ്? എലിസബത്ത് കുര്യൻ. തൂലികാ നാമം മോന. ഒരു വർഷത്തിൽ
3 രാജ്യാന്തര 2020 സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായിട്ട് മാറിയത് ആരാണ്? സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ. 2024 കേസരി നായനാർ പുരസ്കാരം നേടിയത്. 2024 കേസരി നായനാർ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? നിലമ്പൂർ ആയിഷയാണ്. നിലമ്പൂർ ആയിഷ. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഏകീകൃത കോംപ്ലക്സ് റേഡിയോ ആന്റിന സംവിധാനമായ യൂണിക്കോൺ നൽകാൻ സമ്മതിച്ച രാജ്യം ജപ്പാനാണ്. ജപ്പാൻ. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്ക് ഏകീകൃത കോംപ്ലക്സ് റേഡിയോ ആന്റിന സംവിധാനം നൽകാൻ സമ്മതിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി 2024 നടന്നത് പെറുവില് ലിമയിലാണ്. ഏഷ്യ പസഫിക് സാമ്പത്തിക ഉച്ചകോടി 2024 നടന്നത് പെറുവില് ലിമ. 2024 മിസ് യൂണിവേഴ്സ് പട്ടം നേടിയത് ആരാണ്? 2024 മിസ് യൂണിവേഴ്സ് വിക്ടോറിയ കേജർ ആണ്. വിക്ടോറിയ കേജർ. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 4ാമത്തെ രാജ്യം. 2024 G20 ഉച്ചകോടിയുടെ വേദിയായത് ബ്രസീലാണ്. 2024 G20 ഉച്ചകോടി നടന്നത് ബ്രസീൽ. ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ LRLACM വികസിപ്പിച്ചെടുത്ത സംഘടന DRDO ആണ്. ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ LRLACM വികസിപ്പിച്ചെടുത്ത സംഘടന ഏതാണ്? DRDO. 2023 ഏറ്റവും അധികം ഹരിതഗൃഹവാതകം പുറന്തള്ളിയ രാജ്യം ഏതാണ്? 2023 ഏറ്റവും അധികം ഹരിതഗൃഹവാതകം പുറന്തള്ളിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം ഹരിയാനയിലെ സോനിപത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം. വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യ കോർപ്പറേഷൻ. വാട്ടർ പ്ലസ് നിലവാരത്തിലേക്ക് ഉയർന്ന കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 2024 ആലപ്പുഴ ജില്ലയിൽ വെച്ച് നടന്ന ശാസ്ത്രോത്സവത്തിൽ ജേതാക്കളായത്. 2024 ശാസ്ത്രോത്സവം നടന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ജേതാക്കളായത് മലപ്പുറം. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഡൽഹിയാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ഏതാണ്? ഡൽഹി. കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 3ാം സ്ഥാനമാണ്. കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 3ാം സ്ഥാനമാണ്. ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തിയാണ്. 2026 വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം. 2026 വരെ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. WTT ഫീഡർ കാരക്കാസ് 2024 പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരം ഹർമീത് ദേശായി ആണ്. WTT ഫീഡർ കാരക്കാസ് 2024 പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമാണ് ഹർമീത് ദേശായി. 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ആരാണ്? 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ്. 2024 ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ചാത്തനാത്ത് അച്യുതനുണ്ണി. 2024 നവംബർ
സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം. 2024 നവംബറിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് എത്ര ശതമാനമാണ്? 35% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം. ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലിഗ്നോസാറ്റ് ആണ്. ലോകത്തെ ആദ്യത്തെ തടി കൊണ്ടുള്ള കൃത്രിമോപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഡൊണാൾഡ് ട്രംപ് എത്രാമത്തെയാണ്? 47ാമത്തെ. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം പുറത്തിറക്കിയ മഴ നിയന്ത്രണം സാധ്യമാക്കുന്നതും കൃത്രിമ മഴ പെയ്യ്ക്കുന്നതും ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതി. മിഷൻ മൗസം. പദ്ധതിയുടെ പേര് മിഷൻ മൗസം എന്നാണ്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം പുറത്തിറക്കിയ മഴ നിയന്ത്രണം സാധ്യമാക്കുന്നതും കൃത്രിമ മഴ പെയ്യ്ക്കുന്നതും ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതിയാണ് മിഷൻ മൗസം. രാജ്യത്ത് സീ പ്ലെയിൻ സർവീസുകൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? രാജ്യത്ത് സീ പ്ലെയിൻ സർവീസുകൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഉഡാൻ. പദ്ധതിയുടെ പേര് ഉഡാൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡിന് അർഹനായത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനായിട്ട് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം എന്ന റെക്കോർഡിന് അർഹനായത് സച്ചിൻ ബേബിയാണ്. സച്ചിൻ ബേബി. കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് എവിടെയാണ് ഡോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത്? ഡോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കരയിലാണ്. കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസുമായി സഹകരിച്ച് ഡ്രോൺ റിസർച്ച് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരമാണ് മനോരഥം. മനോരഥം എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി. 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കേരളമാണ്. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായി. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാള വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി. രാമകൃഷ്ണൻ ശിവസ്വാമി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. 50 ചോദ്യങ്ങളാണ് എടുത്തിരുന്നത്. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? 2025 ജനുവരിയിൽ അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ്. ആരാണ് അദ്ദേഹം? രാജഗോപാല ചിദംബരമാണ്. രാജഗോപാല ചിദംബരം. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.